ഹായ് ഗായ്സ്, ലെറ്റ്സ് മേക്ക് സം എഗ് കറി. അപ്പോൾ വായ 2 മുട്ട ഞാൻ പുഴുങ്ങാനെടുക്കുന്ന കേട്ടോ. എന്നിട്ട് സ്റ്റൗ ഓണാക്കി പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എണ്ണ നന്നായിട്ട് തിളച്ചു. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ 2 സവോള അരിഞ്ഞു വെച്ചിരുന്നു. അത് ഞാൻ അതിലേക്ക് തട്ടി കുറച്ച് ഉപ്പിട്ട് വഴട്ടുന്നുണ്ട്. കാരണം പെട്ടെന്ന് വഴളും എന്നാണ് അമ്മ പറയുന്നത്, ഉപ്പിട്ട് വഴട്ടിയാൽ. അപ്പോൾ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ കുറച്ച് വഴണ്ട് വരുമ്പോഴത്തേനും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്നുകൂടെ വഴറ്റി, എന്നിട്ട് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു, ഒരു 2 സ്പൂണ്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റണം. പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കണം. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ മസാലയുടെ കുത്തൊക്കെ ഉണ്ടാവും. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളവും നമ്മൾ ആവശ്യത്തിനേ ഒഴിക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ, ഞാൻ കുറച്ച് അത്യാവശ്യത്തിന് മാത്രം ഒഴിച്ചു. ഇതൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് ഇച്ചിരി തിളയ്ക്കാൻ വിട്ടിട്ട് ഞാൻ ബോയിൽ ചെയ്ത എഗ്ഗ് 2ആയിട്ട് കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് 4 പീസ് എഗ്ഗ് കിട്ടി. എന്നിട്ട് കുറച്ച് തിളയ്ക്കാൻ വിട്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മല്ലിയില ഇട്ട് കൊടുക്കുക എന്നാണ്. മല്ലിയില ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഓഫ് ചെയ്തു. സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം ഒരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ പൊറോട്ട എടുത്തത്. അപ്പോൾ എഗ് കറിയും പൊറോട്ട ആയിരുന്നു ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബൈ.